بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനിൻ്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് തന്ന് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം, അതിൻ്റെ കുറഞ്ഞ ചില ഭാഗങ്ങൾ കൂടെ ഇന്ന് നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. ഇസ്ലാമിക ശരീഅത്തിനെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മഹത്വവും. ഇസ്ലാമിക ശരീഅത്തിൽ ഏറ്റവും വിമർശന വിധേയമാകുന്ന ഒരു നിയമമാണ് ഇന്ന് നമ്മുടെ നിലവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വധശിക്ഷ എന്നുള്ളത്. വധശിക്ഷ ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്, അറിഞ്ഞും അറിയാതെയും നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ മറ്റുള്ള രാജ്യങ്ങൾ വധശിക്ഷ നടപ്പിലാക്കുന്നതിൽ നിന്നും ഇസ്ലാമിലെ വധശിക്ഷയ്ക്കുള്ള പ്രത്യേകത, ഒന്ന്, കൊല ചെയ്യപ്പെട്ട കുടുംബക്കാർ, ആരെയാണോ കൊന്നിരിക്കുന്നത് ആ കൊല ചെയ്യപ്പെട്ട കുടുംബക്കാരുടെ ആളുകൾക്ക് മുന്തിയ പരിഗണന കൊടുക്കും. ഇനി കൊലയാളിക്ക് അവനക്ക് മാനുഷികമായൊരു പരിഗണനയും കൊടുക്കും. ഏതെങ്കിലും തരത്തിൽ അവന് രക്ഷപ്പെടാനുള്ള, അവൻ നന്നായി ജീവിക്കാനുള്ള ഒരു അവസരം അവന് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ 2 ക്ലാസ് മുമ്പ് അതിൻ്റെ വിഷയങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പോ ഇവിടെ ലോകത്തുള്ള ഇസ്ലാം അല്ലാത്ത ബാക്കി എല്ലാ രാജ്യങ്ങളിലെയും വധശിക്ഷയ്ക്ക്, അത് വധശിക്ഷ വിധിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആ ജഡ്ജിക്കാണുള്ളത്. അയാളാണ് തീരുമാനിക്കേണ്ടത് കൊല്ലണോ വേണ്ടയോ എന്ന്, വധശിക്ഷ വേണോ, ജീവപര്യന്തം വേണോ എന്നൊക്കെ. ഇപ്പൊ നമ്മള് ജയിലിൽ ചാടിയ ഗോവിന്ദസ്വാമി അല്ലേ, അയാള് ക്രൂരമായ കൊലപാതകം നടത്തിയ ആളാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വധശിക്ഷ വിധിച്ചിട്ടില്ല, അത് ജഡ്ജി തീരുമാനിക്കണം. എത്ര തെളിവുകൾ, അയാൾ കൊലയാളിയാണ് എന്ന് തെളിയിക്കുന്ന എത്ര തെളിവുകൾ ഉണ്ടെങ്കിലും അയാൾക്ക് വധശിക്ഷ വിധിക്കണമെങ്കിൽ ജഡ്ജിയുടെ അധികാര പരിധിയിൽ ആണ് അതുള്ളത്. ഇനി അങ്ങനെ ഒരു വധശിക്ഷ വിധിച്ചാൽ തന്നെ അത് നടപ്പിലാക്കാനുള്ള അധികാരം ഇവിടുത്തെ ഗവൺമെന്റിനാണ്. ഗവൺമെന്റാണ് അത് നടപ്പിലാക്കേണ്ടത്. അപ്പോഴും കൊല ചെയ്യപ്പെട്ട, ഇപ്പൊ സൗമ്യ വധക്കേസിലാണ് ഗോവിന്ദസ്വാമി അറസ്റ്റിൽ കിടക്കുന്നത്. സൗമ്യയുടെ കുടുംബക്കാർക്ക് ഇതിൽ ഒരു റോളും ഇല്ല. അയാളെ കൊല്ലണ്ട എന്ന് കോടതി പറഞ്ഞ, അയാൾ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിച്ചേ പറ്റൂ. 14 കൊല്ലം ജീവപര്യന്തത്തിന് 14 കൊല്ലം നിശ്ചയിച്ച് 14 കൊല്ലം കഴിഞ്ഞിട്ട് അയാൾ അവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അയാൾ കൂടായിട്ട് നടക്കും. കൊല ചെയ്യപ്പെട്ടപ്പോ സൗമ്യയുടെ കുടുംബക്കാരായി വിഡ്ഢികളായി മാറി അല്ലേ, അവർക്ക് നീതി കിട്ടിയിട്ടില്ല. എന്നാൽ ഇസ്ലാമിലെ വധശിക്ഷ എന്ന് പറഞ്ഞാൽ വധശിക്ഷ വിധിക്കൽ ഗവൺമെന്റിന് നിർബന്ധമാണ്, അല്ല ജഡ്ജിക്ക് നിർബന്ധമാണ് വധശിക്ഷ വിധിക്കൽ. അവിടെ ജീവപര്യന്തോ അതല്ലെങ്കിൽ കഠിന തടവ് അങ്ങനൊന്നുമില്ല. കൊലയാളിയാണെന്ന് തെളിഞ്ഞാൽ, ബോധപൂർവമുള്ള കൊലയാണ്, അതിൻ്റെ എവിഡൻസ് കറക്റ്റ് ആണ് എങ്കിൽ അയാൾക്ക് വധശിക്ഷ മാത്രമേ വിധിക്കാവൂ ജഡ്ജി, അതല്ലാത്ത മറ്റൊന്നും വിധിക്കാൻ പാടില്ല. വധശിക്ഷ വിധിച്ചാൽ നിയമം കയ്യിലെടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്? കൊലയാളിയുടെ, കൊല ചെയ്യപ്പെട്ടവരുടെ കുടുംബക്കാർക്കുണ്ടോ? അതില്ല. അത് നടപ്പിലാക്കാനുള്ള അധികാരം ഗവൺമെന്റിന് തന്നെയാണ്. പക്ഷേ
അത് നടപ്പിലാക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഇരയുടെ ബന്ധുക്കൾക്കുണ്ട്. അത് വലിയ പരിഗണനയല്ലേ? കൊല്ലണോ വേണ്ടെന്ന് തീരുമാനിക്കാൻ. അപ്പൊ അവര് പറയാണ്, ഏതായാലും ഞങ്ങളുടെ കുടുംബക്കാർ, എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മകൾ മരണപ്പെട്ടു, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ കൊന്നു, ശരി, അയാളും പോയി, ഇനി അയാളെ കൊന്നിട്ട് നമുക്കൊന്നും കിട്ടാനില്ല, അയാൾ ഒരു കാര്യം ചെയ്യട്ടെ, 1 കോടി രൂപ തരട്ടെ ഞങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, എന്നിട്ട് അയാൾ വെറുതെ പോയിക്കോട്ടെ, വെറുതെ വിടാം. അയാളുടെ ജീവൻ അപഹരിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഇവർക്കൊരു നേട്ടവും കിട്ടാനില്ല എന്ന് അവർ ചിന്തിക്കാനല്ല, പ്രതികാരം തന്നെ വേണം എന്ന വാശിയാണെങ്കിലാ പ്രതികാരം ചെയ്യട്ടെ. അതിന് ഇസ്ലാം എതിരല്ല. അത് വെറുതെ വിടാണെങ്കിൽ വെറുതെ വിട്ടോട്ടെ. പരിശുദ്ധ ഖുർആൻ വളരെ ഭംഗിയായത് പറയുന്നുണ്ട്. ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ശൈഉൻ ഫത്തിബാഉൻ ബിൽ മഅറൂഫ്. അങ്ങനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തി തന്റെ സഹോദരന് വേണ്ടി, അതായത് ഈ വധശിക്ഷ വിധിക്കപ്പെട്ട വ്യക്തിക്ക് വേണ്ടി കൊല ചെയ്യപ്പെട്ടവരുടെ കുടുംബക്കാർ അഫൂവ് ചെയ്തു കൊടുക്കുകയാണ് എങ്കിൽ പിന്നെ നല്ല നിലയിൽ അയാളെ ജീവിക്കാൻ അനുവദിക്കുക. പിന്നെ അയാളുടെ പുറകെ കൂടാൻ പാടില്ല. വഴിയിൽ വെച്ച് കാണുമ്പോൾ അയാളെ ഉപദ്രവിക്കാനോ പീഡിപ്പിക്കാനോ പാടില്ല. വെറുതെ വിട്ടു. വലാ തഖ്തുലുൻ നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. കാരണം കൂടാതെ ഒരാളെയും കൊല്ലാൻ പാടില്ല. വമൻ ഖുത്തില മദ്ലൂമൻ, ആരെങ്കിലും അങ്ങനെ ആക്രമിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടാൽ ഫഖദ് ജഅൽനാ ലി വലിഹി സുൽത്താന, കുടുംബക്കാർക്ക് ഇവന്റെ മേൽ അധികാരമുണ്ട്. കുടുംബക്കാർക്ക് അധികാരമുള്ള ഏക നിയമം ഇസ്ലാമിക ശരീഅത്ത് മാത്രം. വേറെ ഒരു നിയമത്തിലും കുടുംബക്കാർക്ക് അധികാരം ഇല്ല. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആദ്യമായി കേസ് ഫയൽ എടുത്തത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസിലാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യപ്പെട്ടതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകൻ അബ്ദുല്ലാഹിബിന് അബൂ ലുഅ്ലു എന്ന് പറയുന്ന ആളാണ്. അയാളുടെ പേര് ഫൈറൂസ് എന്നാണ്. അയാൾ ഒരു പേർഷ്യൻ അടിമയാണ്. ഇറാനിൽ നിന്ന് വന്ന ഒരു അടിമയാണ് അവൻ. ഇതിനായി മാത്രം പ്ലാൻ ചെയ്ത് ഇറക്കുമതി ചെയ്ത ഒരു വാടക കൊലയാളിയാണ് ഫൈറൂസ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുത്തിയതിന് ശേഷം ഓടി. ആ ഓടുന്ന ഓട്ടത്തിൽ രക്ഷപ്പെടാനുള്ള ശ്രമത്തിന്റെ ഇടയിൽ 12ഓളം സഹാബികൾക്ക് പരിക്കേറ്റു ആ ആയുധം കൊണ്ടിട്ട്. ആ പരിക്കേറ്റ 12 സഹാബിമാരിൽ 9 പേർ ഷഹീദായി. ആ കൂട്ടത്തിൽ ഷഹീദായ ആൾക്കാരാണ്. ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നതിന് മുമ്പ് ചില ആളുകൾ മരണപ്പെട്ടു പോയി. ആ കൂട്ടത്തില് താൻ പിടിക്കപ്പെടും എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഫൈറൂസ് അബൂ ലുഅ്ലു എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. ആയുധം കൊണ്ട് സ്വന്തം വാള് നെഞ്ചത്ത് കുത്തിയിറക്കിക്കൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്തു. ഈ വിവരം അറിഞ്ഞ് കുടുംബക്കാരിൽപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ഉബൈദില്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മോനാണ്. അദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്ത്? അബൂ ലുഅ്ലുവിന്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് അയാളുടെ ഭാര്യയെയും അതേപോലെ അയാളുടെ മകളെയും കൊന്നു ഉബൈദില്ല. പിന്നെ ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന ഒരു ക്രിസ്ത്യാനി ജാഫ്ന എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു, അയാളെയും കൊന്നു. പിന്നെ ഒരു പേർഷ്യക്കാരൻ, അയാളും ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടായിരുന്നു, അയാളുടെ പേര് ഹുർമുസാൻ എന്നാണ്, അയാളെയും കൊന്നു. അപ്പൊ എത്ര പേരെ കൊന്നു? 4 പേരെ കൊന്നു. അതിന് ഉബൈദില്ലനെ അറസ്റ്റ് ചെയ്തു. മനസ്സിലാക്കണം, ആരെയെ കൊന്നത്? ഉമർ റളിയല്ലാഹു അൻഹു, ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഖലീഫയെ കൊന്ന വ്യക്തിയുടെ കുടുംബക്കാരെയാണ് ഈ കൊന്നിരിക്കുന്നത്. അതിനാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്തിട്ട് ആദ്യത്തെ കേസ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എടുക്കുന്നത് ഈ വിഷയത്തിന് വിധി പറയാനാ. അലി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് ശക്തമായി വാദിച്ചു ഉബൈദില്ലാഹ് ഇബ്നു ഉമറിന് വധശിക്ഷ നിർബന്ധമാണെന്ന്. കാരണം 4 പേരെ കൊന്നിരിക്കുന്നത്. വധശിക്ഷ നിർബന്ധമാണ്. സത്യത്തിൽ
ഈ 4 പേരും കൊല ചെയ്യപ്പെടേണ്ട ആളുകളാണോ ഇസ്ലാമിക ശരീഅത്തനുസരിച്ച്? അല്ല. കൊലയാളി സ്വന്തം ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു, അതോടുകൂടെ കഴിഞ്ഞ്. കുടുംബക്കാർക്ക് ഇതിൽ പങ്കില്ല. പിന്നെ ഗൂഢാലോചനയ്ക്ക് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ അറസ്റ്റ് ചെയ്തിട്ട് വിചാരണ ചെയ്തിട്ട് വേണം അവർക്ക് ശിക്ഷ വിധിക്കാന്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഉബൈദില്ലയ്ക്ക് വധശിക്ഷ വിധിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞു. അങ്ങനെ കോടതി എന്ത് ചെയ്തു? ചർച്ചക്കെടുത്തു. പ്രമുഖരായിരിക്കുന്ന സഹാബികളോട് അഭിപ്രായം തേടി. അതിൽ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു നിർബന്ധമായിട്ടും വധശിക്ഷ വേണമെന്ന വാദത്തിൽ ഉറച്ചു നിന്നു. ഒടുവിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധശിക്ഷ വിധിക്കുകയാണ്. ആർക്ക് നേരെ? ഉബൈദില്ലയ്ക്ക് നേരെ വധശിക്ഷ വിധിച്ചിരിക്കുന്നു, കൊല്ലണം. പക്ഷേ അബൂ ലുഅ്ലുഇന്റെ കുടുംബക്കാർക്ക് പണം കൊടുത്തു വേണമെങ്കിൽ രക്ഷപ്പെടാം, അതിനുള്ള ഓപ്ഷൻ കൊടുത്തു. പണം കൊടുക്കണമെങ്കിൽ ഒരു കുടുംബക്കാർക്ക്, ഒരു വ്യക്തിക്ക് ഏകദേശം 1000 ദീനാർ വെച്ചാണ് ബ്ലഡ് മണി നിശ്ചയിച്ചത്. 1000 ദിനാർ എന്ന് പറയുമ്പോൾ അന്നത്തെ കണക്കനുസരിച്ച് 4.25 കിലോ സ്വർണം വരും. ഒരാൾക്ക് 4 പേർക്ക് 17 കിലോ സ്വർണം കൊടുത്തിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ? രക്ഷപ്പെടാം. ആ ഒരു ഓപ്ഷൻ കൊടുത്തു. അങ്ങനെ ഈ പണം 17 കിലോ സ്വർണം ആർക്ക് കൊടുക്കണം? അബൂ ലുഅ്ലുഇന്റെ കുടുംബക്കാർക്ക് കൊടുക്കണം. പക്ഷേ അബൂ ലുഅ്ലുഇന്റെ കുടുംബക്കാർ വാങ്ങിക്കാൻ പാകത്തിന് ആരുമില്ല. ഒരു മകളും ഭാര്യ ഉണ്ടായിരുന്നു, അത് കൊല ചെയ്യപ്പെട്ടു. പിന്നെ ആരുമില്ല അവിടെ, പേർഷ്യയിൽ നിന്ന് വന്ന ആൾക്കാരല്ലേ, അപ്പൊ കുടുംബക്കാരില്ല. അങ്ങനെ വന്നപ്പോ കോടതി വിധിച്ചു ഈ 17 കിലോ സ്വർണം ബൈത്തുൽ മാലിലേക്ക് അടക്കണം, പൊതുഖജനാവിലേക്ക് അടക്കണം. ദീർഘകാലം ഖലീഫയായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ കയ്യിൽ എവിടെ 17 കിലോ സ്വർണത്തിനുള്ള പൈസ? ഒരു ദിനാർ പോലും എടുക്കാൻ പൈസ ഇല്ല. അതറിഞ്ഞപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജഡ്ജി, അത് വധശിക്ഷ വിധിച്ച അല്ലെങ്കിൽ ഈ വിധി നടപ്പിലാക്കാൻ പറഞ്ഞ ജഡ്ജി ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ സ്വന്തം കയ്യിൽ നിന്ന് 4000 ദീനാർ ഉബൈദില്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് കൊടുത്തിട്ട് പറഞ്ഞു പൊതുഖജനാവിലേക്ക് വെക്കാൻ പറഞ്ഞത്, കൊടുത്തിട്ട് സദഖ ചെയ്തിട്ട് പറഞ്ഞു വെക്കാൻ പറഞ്ഞു. ഇസ്ലാമിക ശരീഅത്ത് അത്രയും ഭംഗിയാണ്, ഒരു പഴുതില്ല, ഒരാൾക്കും ഒരു ഒഴിവില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിമർശിക്കുന്ന ആളുകൾ പരിഹസിച്ചുകൊണ്ട് പറയുന്നത് ഏറ്റവും കൂടുതൽ വധശിക്ഷ നടക്കുന്നത് എവിടെയാണ്? സൗദിയിലാണ്, ഇസ്ലാമിക് രാഷ്ട്രങ്ങളിലാണെന്നാ. അല്ല, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എന്നെ ഓർമ്മ. ഏറ്റവും കൂടുതൽ വധശിക്ഷ, അതായത് കൊലയ്ക്ക് കൊല അല്ലെങ്കിൽ വധശിക്ഷ ആണ് നടക്കുന്നത് ചൈനയിലാണ് ഏറ്റവും കൂടുതൽ. ഒരു വർഷം 60-ലധികം ആളുകളെ കൊല്ലുന്നുണ്ട്. ഉത്തര കൊറിയ വധശിക്ഷ നടപ്പിലാക്കുന്നത് രഹസ്യമായിട്ടാണ്, പുറത്ത് വിവരം അറിയിക്കില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം കൊടുക്കുന്ന മൂല്യം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ എന്ന പരിഗണന, മനുഷ്യർക്ക് വലിയ മുന്തിയ പരിഗണന. കാരണം വധശിക്ഷ എന്നത് നടപ്പിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ വംശം അറ്റുപോകും. ധാരാളം കൊലപാതകങ്ങൾ ഇവിടെ ഉണ്ട്. കൊലപാതകങ്ങൾ നടന്നാൽ വംശം അറ്റുപോകും, മനുഷ്യന്മാരില്ലാണ്ടായി പോകും. സത്യത്തിൽ ഈ ഭൂമി എന്തിനു വേണ്ടിയുള്ളതാണ്? ആർക്ക് വേണ്ടിയുള്ളതാണ്? ഭൂമി മനുഷ്യന്മാർക്ക് വേണ്ടിയുള്ളതല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ് സംവിധാനിച്ചിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനില് നിരവധി ഇടങ്ങളിൽ ആ ഭാഗം പറയുന്നുണ്ട്, മനുഷ്യർക്ക് വേണ്ടിയാണ് ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം ഭൂമി വിശാലമാക്കി അല്ലാഹു തആല. ഏകദേശം 510 ദശലക്ഷം കിലോമീറ്റർ വ്യാപ്തിയുണ്ട് ഭൂമിക്ക്. 510 ദശലക്ഷം കിലോമീറ്റർ. നിങ്ങളൊന്ന് കണക്കൂട്ടിയെടുത്താൽ മതി, എത്ര ഉണ്ടാവും എന്നുള്ളത് സങ്കല്പിച്ചെടുത്താൽ മതി. നമ്മുടെ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാകും, നമ്മുടെ പറമ്പ് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ഒക്കെ എടുത്ത് നോക്കിയിട്ട് നമ്മുടെ ഈ ഭൂമിയുടെ വലിപ്പം നോക്കിയാൽ മതി. എന്നല്ല, ഇതിൽ 29% മാത്രമാണ് കരയുള്ളൂ ഭൂമിയിൽ, കരയായിട്ടുള്ളത്. ബാക്കി 71% വെള്ളമാണ് ഭൂമിയിൽ. ഈ 29% കരയിൽ മനുഷ്യവാസമുള്ളത് 15% ഉള്ളൂ. 15% ആകെ മനുഷ്യന്മാർ ഈ ഭൂമിയിൽ താമസിക്കുന്നുള്ളൂ. ഭൂമിയുടെ നിങ്ങൾക്കറിയോ
ഭൂമിയിൽ 50% പ്രദേശത്ത് മനുഷ്യൻ ഇതുവരെ കാല് തൊട്ടിട്ടില്ല. മനുഷ്യന്റെ കാല് തൊടാത്ത 50% കരഭാഗം ഇപ്പോഴുണ്ട്. അപ്പൊ ഭൂമിയിൽ സൗകര്യങ്ങളില്ലേ മനുഷ്യന്മാർക്ക്? ഇനിയുണ്ട്. മലക്കുകള് നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഉഴുതറ് പറയുന്ന സമയത്ത്, അതായത് ഭൂമിയിൽ എനിക്ക് സമയം കിട്ടിയില്ല, സൗകര്യം കിട്ടിയില്ല എന്നൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ, അതല്ലെങ്കിൽ ഇവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു, ഇബാദത്തെടുക്കാൻ പറ്റിയില്ല, വലിയ വിവാദങ്ങൾ, ആളുകൾ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒഴിവുകഴിവുകൾ പറയുമ്പോ മലക്കുകൾ ചോദിക്കും, കാലു അലം തക്കുൻ അർദുല്ലാഹി വാസിയ, ഭൂമി വിശാലമല്ലായിരുന്നോ? നിനക്ക് വേറെ നാട്ടിലേക്ക് പോയിക്കൂടായിരുന്നോ? അപ്പൊ വിശാലമായ ഭൂമി, അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് മനുഷ്യന്മാർക്കാണ്. മനുഷ്യന്മാരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഭൂമി ഉണ്ടാക്കിയിട്ടുള്ളത്. ഹുവ അൻശഅക്കും മിനൽ അർളി വസ്തഅമറക്കും ഫിഹാ, ഭൂമിയിൽ നിന്നാണ് നിങ്ങളെ അല്ലാഹു തആല സൃഷ്ടിച്ചുണ്ടാക്കിയത്. വസ്തഅമറക്കും ഫിഹാ, അതിൽ നിങ്ങൾക്ക് അധിവസിക്കാനുള്ള സൗകര്യം അല്ലാഹു തആല ഉണ്ടാക്കി തന്നു. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല, ഭൂമിയെ നിങ്ങൾക്ക് വിധേയമാക്കി തന്നു. ഫംശൂ ഫീ മനാകിബിഹാ, അതിന്റെ ഉപരിതലങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചോളൂ. ഒക്കെ മനുഷ്യന്മാർക്ക് വേണ്ടിയാണ്. ഇവിടെ ഈ നമ്മൾ കാണുന്ന എല്ലാം എടുത്തു പരിശോധിച്ച മനുഷ്യന്മാർക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് മനുഷ്യവംശത്തിന്റെ വ്യാപ്തി എത്രമാത്രം കൂട്ടാൻ പറ്റുമോ അത് കൂട്ടണം. എത്ര മനുഷ്യന്മാരിവിടെ ഉണ്ടാകാൻ പറ്റുമോ, പോപ്പുലേഷൻ കൂട്ടാൻ പറ്റുമെങ്കിൽ അത്രയും കൂട്ടുക എന്നുള്ളതാണ് മനുഷ്യന്മാരുടെ ലക്ഷ്യം. രണ്ട് ലക്ഷ്യമേ മനുഷ്യന്മാർക്ക് ഈ ഭൂമിയിലുള്ളൂ. ഒന്ന് ഇബാദത്തെടുക്കുക, 2 പ്രത്യുൽപാദനം വർദ്ധിപ്പിക്കുക, കൂടുതൽ ഉണ്ടാകുക, മനുഷ്യന്മാരുണ്ടാകുക. നിശ്ചിത കാലം വരെയാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് അല്ലാഹു തആല അനുവാദം തന്നിട്ടുള്ളത്. ഒരു നിശ്ചിത കാലമുണ്ട്. വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാഹീൻ, നിശ്ചിത കാലം വരെ ഈ ഭൂമിയിൽ മനുഷ്യൻ ഉണ്ടായിരിക്കണം, മനുഷ്യവംശം വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അത് മനുഷ്യനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർ അറിയാതെയോ അറിഞ്ഞോ അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യർ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ, കുറഞ്ഞുകൊണ്ടിരിക്കണല്ലോ. അല്ലാഹു തആല സൂറത്തുൻ നിസാഇന്റെ ആദ്യത്തെ ആയത്തിൽ തന്നെ പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ, അല്ലയോ ജനങ്ങളെ, നിങ്ങളെ ഒരു ആണിൽ നിന്നും അല്ലെങ്കിൽ ഒരു പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും സൃഷ്ടിച്ച ആ റബ്ബിനെ നിങ്ങൾ തഖ്വ ചെയ്യുക. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ, ഈ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും വർദ്ധിപ്പിച്ചു, ഇവിടെ വ്യാപിപ്പിച്ചു. നമ്മൾ അറിഞ്ഞോണ്ട് അല്ല. ഭൂരിപക്ഷവും ഇവിടെ കുട്ടികൾ ജനിക്കുന്നത് മാതാപിതാക്കളുടെ പൂർണ്ണ അറിവോടുകൂടെയാണോ? അല്ല. ഗർഭിണി ആയി കഴിയുമ്പോഴാണ് ആയി എന്നുള്ള അറിയുന്നത്. ഇത്രേ ഉള്ളൂ. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് മതിയായിരുന്നു തോന്നും. ഇനിയിപ്പോൾ ഏതായാലും ആയില്ല, അങ്ങനെയാണ് നിലനിർത്തും. കുട്ടികൾ വേണം എന്ന് കരുതിക്കൊണ്ട് രംഗത്തിറങ്ങുന്ന വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഈ ഭൂമിയിലുള്ളൂ. ബാക്കിയൊക്കെ യാദർശികമായിട്ടുണ്ടാകുന്നതാണ്. അപ്പൊ മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പാണ് ഇസ്ലാം പ്രാധാന്യം കൊടുക്കുന്നത്. മനുഷ്യവംശം നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലെ പ്രളയത്തിന് ശേഷം എപ്പോഴെങ്കിലും മനുഷ്യവംശം കുറഞ്ഞിട്ടുണ്ടോ ഇവിടെ? ഇല്ല. നൂഹ് നബിയുടെ കാലഘട്ടത്തിലെ ആ പ്രളയത്തിൽ എല്ലാം നശിച്ചു. മനുഷ്യവംശത്തിൽ നിന്നും കുറഞ്ഞ ആൾക്കാർ മാത്രമേ, വിശ്വാസികളായ ആൾക്കാർ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ ആൾക്കാരും നശിച്ചുപോയി. പിന്നീട് ഉണ്ടായ ജനസംഖ്യ എടുത്ത് പരിശോധിച്ചാൽ അന്ന് മുതൽ ഇന്ന് വരെ എടുത്താൽ ജനസംഖ്യ കൂടിയിട്ടേ ഉള്ളൂ. ഇന്ന് എത്രയുണ്ട് ജനസംഖ്യ? 820 കോടിയുണ്ട്. 820 കോടി ജനസംഖ്യ ഉണ്ടത്. അതായത് വേൾഡോമീറ്റർ പോലെയുള്ള ജനസംഖ്യ കണക്കാക്കുന്ന ക്ലോക്കുകളിൽ ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എത്ര മനുഷ്യന്മാര് ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. ഇനിയും വർദ്ധിക്കും ജനസംഖ്യ. ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ആളുകൾക്ക് പേടിയാ.
ജനസംഖ്യാ വിസ്ഫോടന തിയറി എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ നടപ്പിലാക്കിയിരുന്നു മുമ്പ്. നിങ്ങൾ അതിനെപ്പറ്റി എത്രമാത്രം ബോധവാന്മാരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ 1798 ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ തോമസ് റോബോർട്ട് മാൽത്തൂസ് എന്ന് പറയുന്ന വ്യക്തി അയാൾ ഈ സമൂഹത്തിന്റെ ഇടയിൽ ഒരു ആശങ്ക ഇട്ടുകൊടുത്തു. മനുഷ്യന്മാര് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ജനസംഖ്യ വിസ്ഫോടന തിയറി അയാൾ പാസാക്കി. ജനസംഖ്യയെ നിയന്ത്രിക്കണം എന്നുള്ളത്. അത് പല രാജ്യങ്ങളും ഏറ്റെടുത്ത്, ഒരുപാട് രാജ്യങ്ങൾ അത് ഏറ്റെടുത്ത്. UN 1987 ലോക ജനസംഖ്യ 500 കോടി കവിഞ്ഞപ്പോ UN എന്ത് ചെയ്ത് ഒരു ആഹ്വാനം നടത്തി, നമുക്ക് ജനസംഖ്യ നിയന്ത്രണത്തിന് വേണ്ടി ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഒരു ദിനം ആചരിക്കണമെന്ന്. അങ്ങനെ 1987 ജൂലൈ 11 ജനസംഖ്യ ദിനമായിട്ട്, ജനസംഖ്യാ വർധനവിനെതിരെയുള്ള ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. നമ്മുടെ ഈ കഴിഞ്ഞ ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായിരുന്നു. അൽ യൗമുൽ ആലമി ലിസ്സുക്കാൻ എന്ന പേരിലുള്ള ഇത് ലോകം ആചരിച്ചു, എല്ലാ കൊല്ലവും ആചരിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യാ തീരെ അംഗീകരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മുടെ ഉത്തരവാദിത്തമാണ് സന്താനോൽപാദനവും അതിന്റെ പരിപാലനവും. അടുത്ത തലമുറ ഇവിടെ ഉണ്ടാകണം. മനുഷ്യന്മാരെ കൊന്നു തീർക്കലല്ല ലക്ഷ്യം. മനുഷ്യന്മാരെ കൊന്നു തീർക്കും. നിയമമില്ലായിരുന്നുവെങ്കിൽ ഇവിടെ എത്ര മനുഷ്യന്മാരെ കൊല്ലും? ഇപ്പൊ കണ്ടില്ലേ, ഇവിടെ കുറെ ആളുകളെ കൊന്ന്, 500ഓളം ആളുകളെ കൊന്നു കുഴിച്ചു മൂടിയ, എന്താണ് സ്ഥലത്തിന്റെ പേര്? ധർമ്മസ്ഥല അല്ലേ? കൊന്നു കുഴിച്ചു മൂടിയില്ലേ? ഇവിടെ ആരെങ്കിലും അത് വാർത്തയാക്കിയ, അത് ആ പേര് ഒരു മുസ്ലിം പേരായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങളൊന്ന് ആലോചിച്ചത്. ആ പേരൊരു മുസ്ലിമിന്റെ പേരായിരുന്നുവെങ്കിൽ എന്തെല്ലാം വിവാദം ഇവിടെ ഉണ്ടാകും. ഇപ്പോഴും അത് വലിയ ചർച്ചയില്ല. മീഡിയകൾ പുറത്തെടുത്താലും അതൊന്നും വലിയ ചർച്ചയാക്കുന്നേ ഇല്ല. മനുഷ്യന്മാരെ കൊല്ലുന്നതിന് ഒരു ലജ്ജയുമില്ലാത്ത, ഒരു ഭയവുമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് ജനസംഖ്യ വിസ്ഫോടന തിയറി എന്ന് പറയുന്ന ഈ അപകടകരമായ കാര്യത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇസ്ലാം കാണുന്നത് ജനങ്ങൾ എന്നുള്ളതാണ് ഒരു രാജ്യത്തിലെ സമ്പത്ത്. അങ്ങനെയല്ലേ? ജനങ്ങൾ ഒരു രാജ്യത്തിന്റെ സമ്പത്താണ്. ഇപ്പോ ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്തു പോകുന്ന ആളുകളുണ്ട്. ആസ്ട്രേലിയയിലേക്കും കാനഡയിലേക്കൊക്കെ പോകുന്നുണ്ട്. എന്തിനാ പോകുന്നത്? അവിടെ പോകുമ്പോൾ അവിടെ സൗകര്യങ്ങൾ കൂടുതലുണ്ട്. അവിടെ ചെല്ലുന്നത് എങ്ങനെയാ? ആസ്ട്രേലിയയിലേക്കൊക്കെ പോകുന്ന ആളുകള് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പാസ്പോർട്ട് നശിപ്പിച്ചു കളയും. എന്നിട്ട് അവിടെ കുറച്ചു കാലം താമസിച്ചിട്ട് അവിടുത്തെ മനുഷ്യാവകാശ കമ്മീഷനിൽ പോയിട്ട് പരാതിപ്പെടും, പിടികൊടുക്കും. മനുഷ്യാവകാശ കമ്മീഷൻ അവിടുത്തെ ഗവൺമെന്റ് മേൽ പ്രഷർ ചെയ്യും. അങ്ങനെ അയാൾക്ക് അവിടെ സിറ്റിസൺഷിപ്പ് കൊടുക്കും. അങ്ങനെ സിറ്റിസൺഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ താമസം, പാർപ്പിടം, അയാളുടെ ഭക്ഷണം, അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അതെല്ലാം ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. എന്തുകൊണ്ടാണ് ഗവൺമെന്റ് അത്രയും വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്? ജനസംഖ്യ അവിടെ കുറവാണ്. ജനസംഖ്യ കുറവായത് കൊണ്ട് ഏത് നാട്ടിൽ നിന്ന് ചെല്ലുന്ന ആളുകളെയും ഇത്തരം നിയമങ്ങളിലൂടെ സ്വീകരിക്കുകയാണ് അവിടെ. എത്രയോ ആളുകൾ ആസ്ട്രേലിയയിലേക്ക് പോയി, എത്രയോ ആളുകൾ പോയി. ഞാൻ പോയിരുന്നു, ആ നാട് കാണുന്നതിന് വേണ്ടി പോയിരുന്നു ഒരു 14 വർഷങ്ങൾക്ക് മുമ്പ്. ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് അന്ന് ട്രാവൽസ് ഒക്കെ ഉള്ള സമയത്ത് ആ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാത്രയിൽ ഞാൻ പോയിരുന്നു. ഒരുപാട് മലയാളികൾ, നമ്മുടെ സലഫി ആദർശമുള്ള ആൾക്കാരുണ്ട്, ഒരുപാട് മുസ്ലിമീങ്ങളുണ്ട് അവിടെ. ആർക്കൊരു പ്രയാസമില്ല, സമാധാനത്തോടെ സുഖത്തോടെ ജീവിക്കുന്നു. ഒരു 5 കൊല്ലം പിന്നെ ആ നാട് വിട്ട് വരാൻ പാടില്ല, അവിടെ നിന്ന് പോകാൻ പാടില്ല 5 കൊല്ലത്തേക്ക്. 5 കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യയുടെ വിസ എടുത്തിട്ട് വേണമെങ്കിൽ ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരാം. അത്രേ ഉള്ളൂ, അവിടുത്തുകാരായി മാറും. അപ്പൊ ഓരോ രാജ്യങ്ങൾ അവരെ സ്വീകരിക്കുന്നത് ജനസംഖ്യ അവിടെ കുറവായത് കൊണ്ടാണ്. ജനം കൂടുക എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പറയുന്നത് സമ്പത്ത് പോലെയാണെന്നാണ്. ഖുർആനിൽ 24 ഇടങ്ങളിൽ മക്കളെയും സമ്പത്തിനെയും ഒരുമിച്ചാ പറഞ്ഞത്. അൽ മാലു വൽ ബനൂൻ.
അൽ മാലു വൽ ബനൂൻ, സമ്പത്തും സന്താനങ്ങളും. യഅലമു അന്നമൽ ഹയാത്തദ് ദുനിയ ലഇബുൻ വലഹ്വുൻ വസീനത്തുൻ വതഫാഖുറു ബൈനക്കും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ഭൗതിക ജീവിതം എന്ന് പറഞ്ഞാൽ കളിയും വിനോദവും അലങ്കാരവും പത്രാസ് കാണിക്കലും പെരുമ കാണിക്കലും മക്കളുടെയും സമ്പത്തിന്റെയും കാര്യത്തിൽ പെരുമ കാണിക്കലുമാണ് ഭൗതിക ജീവിതം. അപ്പൊ മക്കളിൽ പെരുമ കാണിക്കുക, ജനസംഖ്യ വർദ്ധിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിനെയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ത് ചെയ്തത്? പെറ്റ് പെരുകുന്നു എന്ത്, ആ ജീവി പെറ്റ് പെരുകുന്നു എന്നുള്ളത്. ഞാൻ പറയും, സ്വന്തം സമുദായത്തിന്റെ കഴിവില്ലായ്മയല്ലേ അയാൾ വിളിച്ചു പറഞ്ഞത്. സത്യത്തിൽ അതല്ലേ ചെയ്യുന്നത്. മുസ്ലിമീങ്ങൾ അങ്ങനെ പെറ്റ് പെരുകുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ വർഗം പെറ്റ് പെരുകുന്നില്ല. അതിന് പെറ്റ് പെരുകണമെങ്കിൽ വായുവിലൂടെ പെറ്റ് പെരുകില്ലോ. പെറ്റ് പെരുകണമെങ്കിൽ ശാരീരിക ബന്ധം പുലർത്തണ്ടേ? ശാരീരിക ബന്ധം പുലർത്തുന്നതിന് അവരുടെ സമുദായത്തിന്റെ പുരുഷന്മാർക്ക് കഴിവില്ലായ്മയാണെന്നല്ലേ അയാളെ പറഞ്ഞതിനർത്ഥം. അത്രയും വൃത്തികെട്ട വർത്താനങ്ങളാണ് ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജനസംഖ്യാ നിയന്ത്രണം വേണം എന്നുള്ളതിനെ ഇസ്ലാം കാണുന്നത് ജാഹിലിയ കാലഘട്ടത്തിന്റെ കാഴ്ചപ്പാട് കൊണ്ടാണ്. ജാഹിലിയ കാലഘട്ടത്തില് മക്കളെ കൊന്നിരുന്നു. അത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്നാമത്തേത് എന്തായിരുന്നു? അന്ധവിശ്വാസം. അന്ധവിശ്വാസത്തിന്റെ മറവിൽ മക്കളെ കൊന്നു. അതായത് ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് ശാപമാണ്. ആ കുഞ്ഞ് ഇവിടെ ആ കുഞ്ഞിന്റെ ജന്മത്തോടു കൂടിയാണ് ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് എന്ന വിശ്വാസത്താൽ പെൺകുഞ്ഞിനെ കുഴിച്ചു മൂടിയിരുന്ന ആളുകൾ, കൊന്നിരുന്ന ആളുകൾ. അതൊന്നാണ്. മറ്റൊന്ന്, അവർ ദാരിദ്ര്യത്തെ ഭയന്നിട്ടാണ് കൊന്നത്. അപ്പൊ ആധുനിക ജനസംഖ്യാ വിസ്ഫോടനത്തിന്റെ ആളുകൾ പറയുന്നത്, ആ സിദ്ധാന്തത്തിന്റെ ആളുകൾ പറയുന്നത്, ആളുകൾ ഇവിടെ വർദ്ധിച്ചാൽ, ജനങ്ങൾ വർദ്ധിച്ചാൽ ഭക്ഷണം, വെള്ളം, പാർപ്പിടം, ഊർജം എന്നിവയിൽ ദാരിദ്ര്യം ഉണ്ടാകുന്ന പറയണത്. തൊഴിലില്ലായ്മ വർദ്ധിക്കും, വിദ്യാഭ്യാസക്കുറവുണ്ടാകും, അങ്ങനെ ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഇവർ പറയുന്നത്. അത് തന്നെയാണ് ജാഹിലിയത്തിന്റെ ആളുകളും പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലാ തഖ്തുലു ഔലാദക്കും ഖശിയത ഇംലാഖ്. നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങളെ ദാരിദ്ര്യ ഭയത്താൽ കൊല്ലാൻ പാടില്ല. കാരണം എന്താ? നഹ്നു നർസുഖുഹും വ ഇയ്യാക്കും. അവർക്കും നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് നമ്മളാണ്, അള്ളയാണ്. ഭൂമിയുടെ സ്വഭാവം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഭൂമിയുടെ സ്വഭാവം ഭൂമിയിലുള്ള എല്ലാ ആളുകൾക്കും ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് അള്ളാഹു ഉത്തരവാദിത്തം ഏറ്റെടുത്തേക്കണാണ്. അത് മതോ ജാതിയോ വർഗോ വർണ്ണോ ദേശമോ ഒന്നും പ്രശ്നമല്ല, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും. ദാരിദ്ര്യം ഇന്ന് ഇവിടെ ഉണ്ടാക്കിയെടുത്തത് ഇവിടത്തെ വലിയ രാഷ്ട്രങ്ങൾ തന്നെയാണ്. ആഗോള അടിസ്ഥാനം, ആഗോള വിപണി ഒന്നായിക്കൊണ്ടുള്ള ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് സത്യത്തിൽ ഇന്ന് ഇവിടെ ദാരിദ്ര്യം ഉള്ളത്. ആ ദാരിദ്ര്യം പറഞ്ഞ കൂട്ടത്തിൽ പറയാതിരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് നമ്മുടെ ഗസയിലെ അവസ്ഥ. പറയാതിരിക്കാൻ പറ്റില്ല. അതില് ഏറ്റവും കരളലിയിപ്പിക്കുന്ന ഒരു രംഗാണ് ഈജിപ്തിൽ നിന്നുള്ള ആളുകള് ഭക്ഷ്യപദാർത്ഥങ്ങൾ, ധാന്യങ്ങൾ കുപ്പിയിലാക്കി കടലിലേക്ക് എറിഞ്ഞു. ആ കടലിൽ നിന്ന് പലസ്തീനിൽ നിന്നുള്ള ഒരു കുട്ടിക്ക് അത് കിട്ടി. ആ കുട്ടിക്ക് കിട്ടിയപ്പോൾ ആ കുട്ടി പറഞ്ഞൊരു വർത്താനമുണ്ട്, വല്ലാഹി നഹ്നു നജ്ഹദുക്കും ഇൻദല്ലാഹ്. അള്ളാന്റെ അരികിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വാദിക്കും. കാരണം അങ്ങനെയെങ്കിലും നിങ്ങൾ ചെയ്തല്ലോ ഞങ്ങൾക്ക് വേണ്ടി. അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഈ ആഗോളവൽക്കരണം ഇവിടെ നടപ്പിലാക്കിയത് കൊണ്ട് തന്നെയാണ് അറബ് രാഷ്ട്രങ്ങൾക്ക് മിണ്ടാൻ പറ്റാണ്ടായി പോയത്. ആഗോളവൽക്കരണം നടപ്പിലാക്കി കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാ സാധനങ്ങളും എല്ലായിടത്തും കിട്ടാൻ തുടങ്ങി, അല്ലേ? ഇപ്പൊ മാർക്കറ്റിൽ നിങ്ങൾ പോയി നോക്ക്, ഫ്രൂട്ട്സ് കടയിൽ പോയി നോക്ക്. നമ്മുടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫ്രൂട്ട്സ് മാത്രമാണ് ഇവിടെ ഉള്ളത്? അല്ല. നമ്മളൊരു കുറച്ച് വർഷങ്ങൾക്ക് അപ്പുറത്തേക്കൊന്ന് ചിന്തിച്ചു നോക്ക്. ഒരു 10, 15, 20 വർഷത്തിന്റെ അപ്പുറത്തേക്ക് നമ്മുടെ ഫ്രൂട്ട്സ് കടയിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇവിടെ വന്നിരുന്ന ഈത്തപ്പഴം ഏത് ഈത്തപ്പഴമായിരുന്നു? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മൾ മുമ്പ് കഴിച്ചിരുന്ന ഈത്തപ്പഴം അത്
ആ മഹാരാഷ്ട്രയിൽ നിന്ന് വന്നിരുന്ന ആ കട്ട അല്ലേ, അതിന് ഈത്തപ്പഴം എന്നല്ല ഈച്ചപ്പഴം എന്നാ പറയാറ്, അതല്ലായിരുന്ന. അതും പിന്നെ നമ്മൾ റമദാനിലൊക്കെ ഒരു കാരക്ക എന്ന് പറയുന്ന സാധനം കിട്ടും. ഇന്ന് വിപണിയിൽ എല്ലാത്തരം ഈത്തപ്പഴവും അവിടത്തേനേക്കാൾ വിലക്കുറവിൽ ഇന്ന് ഇവിടെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഏത് സാധനങ്ങളാണെങ്കിലും ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി അവശ്യ വസ്തുക്കൾ എല്ലായിടങ്ങളിലും വ്യാപകമായി. അതുപോലെ തന്നെ അവശ്യ വസ്തുക്കൾ എല്ലായിടത്തും വ്യാപകമായപ്പോൾ അത് നല്ല കാര്യമാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ ആവശ്യമില്ലാത്ത വസ്തുക്കളും വ്യാപകമായി. സെക്സ് ടൂറിസം എല്ലായിടത്തും വ്യാപകമായില്ലേ? ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്. മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നോ? നമ്മുടെ കേരളത്തിലെ അവസ്ഥ, യു എയിലെ അവസ്ഥ, മുമ്പത്തെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? പണ്ട് യു എ പോയിരുന്ന ആൾക്കാർ ഇപ്പൊ പോയ ആൾക്കാരൊന്നും ചിന്തിച്ചു നോക്ക്. അതൊക്കെ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ആപത്താണ്. ഇങ്ങനെ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിക്കൊണ്ട് വന്ന കൂട്ടത്തിൽപ്പെട്ടതാണ് എല്ലാ രാജ്യക്കാർക്കും അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് സൈനിക താവളങ്ങൾ എവിടെയുണ്ടാക്കാം. അതൊക്കെ ഇതിന്റെ ഭാഗമായി വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അറബ് രാഷ്ട്രങ്ങളിൽ ഇത് വന്നു, ഇവരുടെ സൈനിക താവളങ്ങൾ വന്നു, ഇവരുടെ കച്ചവടത്തിന്റെ പ്രധാനപ്പെട്ട സ്രോതസ് ഇത്തരം ആളുകളായി മാറി. അങ്ങനെ വന്നപ്പോ പലസ്തീന്റെ മക്കളെ കൊന്നൊടുക്കണ രംഗം കണ്ടപ്പോ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് വന്ന്, പ്രതികരിക്കാൻ പറ്റാണ്ട് വന്ന്. കാരണം പ്രതികരിച്ചാല് ഇവരെ തല കൊണ്ടുപോയിട്ട് അവരുടെ കക്ഷത്തിൽ വെച്ചു കൊടുത്തേക്കാണ്, അനങ്ങാൻ പറ്റൂല. കരാർ എഴുതിയേക്ക വർഷങ്ങളോളം, ഇത്ര കൊല്ലത്തേക്കെന്ന് പറഞ്ഞ് കരാർ എഴുതി വെച്ചു. തുടക്കം എന്തായിരുന്നു? ആഗോളവൽക്കരണം ഭക്ഷ്യവസ്തുക്കളും അവശ്യ വസ്തുക്കളുമായിരുന്നു. ഒടുക്കം എവിടെ എത്തി? ഇത്തരം ആപത്തുകളിലേക്ക് എത്തി. ആഗോളവൽക്കരണത്തെ ഞാൻ പൂർണ്ണമായും എതിർക്കുന്നതല്ല. അപ്പൊ ഇന്ന് ഈ സമൂഹത്തിന്റെ ഇടയിൽ ദാരിദ്ര്യത്തെ ഇട്ടു തന്നത് ഈ ആഗോളവൽക്കരണത്തിന്റെ മറ്റൊരു പതിപ്പാണ്. ഇപ്പൊ ഗസ പോലെയുള്ള രാജ്യങ്ങളിൽ ഏതായാലും റഫ അതിർത്തി തുറന്നതോടുകൂടെ യു എയുടെ ഏകദേശം 135ഓളം വിമാനങ്ങളിലാണ് ഭക്ഷ്യപദാർത്ഥങ്ങൾ വിതറിയത്. കരളലിയിപ്പിച്ചു പോകും. എനിക്കത് വിശദീകരിക്കാൻ മാനസികമായ പ്രയാസമുണ്ട്. അമ്മാതിരി കാഴ്ചകളാണ് അവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണത്തിന് വേണ്ടി, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അവിടുത്തെ ആളുകൾ നടത്തുന്നത് നാണയ വിനിമയമല്ല. നമ്മളിവിടെ ഒരു സാധനം മേടിക്കാൻ, അരി മേടിക്കാൻ നമ്മൾ എന്താ കടയിൽ കൊണ്ടുപോയി കൊടുക്കണത്? പൈസ അല്ലേ കൊടുക്കണത്? കറൻസി കൊടുക്കും. അവിടെ അങ്ങനെയല്ല. അവിടെ വസ്തുക്കൾ തമ്മിലാണ് കച്ചവടം. പഴയ കച്ചവടം ഉണ്ടല്ലോ, നമ്മുടെ ചക്കക്ക് പകരം മാങ്ങ, മാങ്ങക്ക് പകരം തേങ്ങ, അപ്പരിപാടി എപ്പോഴും നടക്കണത് അവിടെ. ഞങ്ങളുടെ കയ്യിൽ കുറെ ഡയപ്രമുണ്ട്, കുറെ സാനിറ്ററി നാപ്കിനുകളുണ്ട്, നമ്മുടെ നാട്ടിലെ പമ്പേഴ്സുകൾ ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ഗോതമ്പ് മാവുണ്ടോ? എങ്കിൽ തരാം. ഏറ്റവും വിലപിടിപ്പുള്ള മൂല്യമുള്ള കറൻസി ഗോതമ്പ് പൊടിയാണ് അവിടെ. കറൻസി ഇല്ല. ബാങ്കുകാരൊക്കെ ഇട്ടിട്ട് പോയില്ലേ? അവരുടെ നിക്ഷേപങ്ങൾ മുഴുവൻ ബാങ്കിലാണ്. കറൻസികളില്ല. അവിടുത്തെ ഏറ്റവും മൂല്യമുള്ള കറൻസി 1 കിലോ ഗോതമ്പ് മാവുണ്ടെങ്കിൽ അവൻ അവിടുത്തെ ഏറ്റവും വലിയ സമ്പന്നന മുതലാളിയാവും. ആ ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. ഭക്ഷണം കിട്ടാതെ ഒരു കുട്ടി, ആ കുട്ടി വിളിച്ചു പറഞ്ഞ ഒരു രംഗമുണ്ട്. ആ കുട്ടിയുടെ വർത്താനം ഇപ്രകാരമാണ്: 10 ദിവസത്തെ പട്ടിണിക്ക് ശേഷം എനിക്കൊരു കീശ ഗോതമ്പ് കിട്ടി. എന്തായിരിക്കും നമ്മുടെ നാട്ടില് ഒരു കീശ ഗോതമ്പ് നമ്മൾ ഉപയോഗിക്കുമോ? കോഴിക്ക് തിന്നാൻ കൊടുക്കും, താറാവിനും കോഴിക്കും തിന്നാൻ കൊടുക്കും, റേഷൻ കടയിൽ നിന്ന് ഗോതമ്പ് മേടിച്ചിട്ട് അല്ലേ? ഒരു കീശ ഗോതമ്പ് 10 ദിവസത്തെ ഭക്ഷണത്തിന് ശേഷം കിട്ടിയെന്ന് ഒരു കുട്ടിയാൽ സന്തോഷത്തോടു കൂടെ പറയണമെങ്കിൽ അത്ഭുതകരമാണ് അവിടുത്തെ അവസ്ഥ. വളരെ ദയനീയമാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈജിപ്തുകാർ ചെയ്തതുപോലെ, ഭക്ഷണ പദാർത്ഥങ്ങൾ എറിഞ്ഞു കൊടുത്തതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. എന്തുകൊണ്ട്, ഞാൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് കേരളത്തിൽ 1,900 മുസ്ലിം സംഘടനകളുണ്ട് ഇല്ലേ? ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടന രംഗത്തിറങ്ങിയിട്ട് ഗസയിലെ മക്കൾക്ക് വേണ്ടി നമുക്ക് ഒരു ദിവസം സുന്നത്ത് നോമ്പെടുക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? എടുത്തൂടെ?
ഒരു ദിവസം ഗസയിലെ മക്കൾക്ക് വേണ്ടി ഒരു ദിവസം നമുക്ക് സുന്നത്ത് നോമ്പെടുക്കാം. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് അള്ളാഹിനോട് ദുആ ചെയ്യാം. സംഘടനകളൊന്ന് കൂടി ഇരുന്നിട്ട് തീരുമാനിച്ചൂടാ, ഈ നോമ്പ് തുറക്ക് വേണ്ടി എല്ലാ സംഘടനയുടെ ആൾക്കാരും മേശയുടെ ചുറ്റും കൂടിയിരുന്ന് ആവശ്യമില്ലാതെ ഫോട്ടോയും വീഡിയോയും എടുത്ത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ അതിനേക്കാൾ എത്രയോ മൂല്യമുള്ള കാര്യമാണ് ഗസയിലെ മക്കൾക്ക് വേണ്ടി ഒരു തിങ്കളാഴ്ച നമുക്ക് നോമ്പെടുക്കാം, സുന്നത്ത് നോമ്പെടുക്കാം. തീരുമാനിക്കൂല. പിന്നെ എന്നിട്ടാണ് ഇവരാണ് അറബികളെ കുറ്റം പറയാൻ നടക്കുന്നത്. അപ്പൊ എന്തോ ആകട്ടെ, ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങൾ കുട്ടികളെ കൊല്ലരുത്. അവർക്കും നിങ്ങൾക്കും ഭക്ഷണം തരുന്നത് നമ്മളാണ്. കാരണം ഈ ജനസംഖ്യ നിയന്ത്രണത്തിനെ ഖുർആൻ പറഞ്ഞത് ഖത്ൽ എന്നാണ്. ഖത്ൽ കൊലപാതകമാണ്. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ. ഇങ്ങനെ കൊല്ലല് ഗുരുതരമായ കുറ്റമാണ്, വലിയ തെറ്റാണ്. ഒരിക്കലും അത് ചെയ്യരുത്. അതിന് സമാനമായ ഒരുപാട് ആയത്തുകളുണ്ട്. വൻ പാപങ്ങൾ ആയിട്ടാണ് വലിയ തെറ്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കല് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അള്ളാന്റെ റസൂലെ, അയ്യു ദംബി ഇൻദല്ലാഹി അക്ബർ, അള്ളാന്റെ അരികില് ഏറ്റവും വലിയ കുറ്റം ഏതാണ് എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തജ്അല ലില്ലാഹി നിദ്ദ വഹുവ ഖലഖക്. അള്ളാഹുവിന് പകരക്കാരെ ഉണ്ടാക്കലാണ് ഏറ്റവും വലിയ കുറ്റം. വഹുവ ഖലഖക്, അവൻ നിന്നെ സൃഷ്ടിച്ചു എന്നിരിക്കെ. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചു എന്നിരിക്കെ അള്ളാഹുവിന് പകരക്കാരെ കണ്ടെത്തൽ, അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് അത് വലിയ അർത്ഥമുണ്ട് കേട്ടാ. നമ്മളിത് പറഞ്ഞപ്പോൾ നമ്മളിതിൽ പെട്ടിട്ടില്ല എന്നല്ലേ കരുതിയത്, നമ്മളും പെട്ടിട്ടുണ്ടാവും. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചവനാണ് എന്നിരിക്കെ നമ്മളുടെ സൃഷ്ടിച്ചു എന്നതിൻ്റെ അർത്ഥം എന്താണ്? നമുക്കുള്ള അന്നം തരും, നമ്മളെ പരിപാലിക്കും, നമ്മുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കി തരും, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നവൻ അള്ളാഹുവാണ് എന്നിരിക്കെ എൻ്റെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അവനാണ് ചെയ്തു തരുന്നവൻ എന്ന് പറയുന്ന ആൾക്കാർ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലില്ലേ? ഖബറാരാധന മാത്രമല്ല, എൻ്റെ ബോസ് ഇല്ലായിരുന്നെങ്കിൽ ഞാനിവിടെ ഉണ്ടാകൂലായിരുന്നു, എൻ്റെ ബോസ് ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ കല്യാണം നടക്കൂലായിരുന്നു, ആ ആജിയാർ ആ പൈസ തന്നുകൊണ്ടാണ് എൻ്റെ കാര്യങ്ങളൊക്കെ നടന്ന, ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ കാര്യം നടക്കൂലായിരുന്നു. ഇല്ലേ? അള്ളാഹ്ക്ക് പകരക്കാരുണ്ടാക്കലല്ലേ അത്? ശിർക്കെന്ന് പറയാൻ പറ്റൂലെങ്കിലും പാടില്ല. ഇതെല്ലാം അള്ളാഹുവാണ് തന്നത്. സബബാണ് അവരല്ല, അവർ കാരണമാണ്. എൻ്റെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ എനിക്ക് ആ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഒരു മാർഗം ഉണ്ടാക്കി തന്നാൽ നിങ്ങളാണോ എൻ്റെ കാര്യം നടപ്പിലാക്കി തന്നവർ? അല്ലല്ല. നിങ്ങൾ അതിൻ്റെ സബബാണ്. നിങ്ങളിലൂടെ അള്ളാഹു തആല അത് നടപ്പിലാക്കി. അതാണ് നമ്മുടെ നിലപാട്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, അള്ളാഹുവിന് പകരക്കാരെ ഉണ്ടാക്കലാണ് ഏറ്റവും വലിയ കുറ്റം എങ്കിൽ സുമ്മ അയ്യിൻ, പിന്നെ ഏതാണ്? അത് കഴിഞ്ഞ രണ്ടാമത്തേത് ഏതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഖ്തുല വലദക ഖശ്യത അൻ യത്അമ മഅക. ഭക്ഷണം കൊടുക്കേണ്ടി വരും എന്ന ഭയത്താൽ മക്കളെ കൊല്ലൽ. ഭ്രൂണഹത്യ ഇന്ന് ധാരാളം ഇല്ലേ? സന്താന നിയന്ത്രണം ഒരുപാട് ഏർപ്പെടുത്തിയിട്ടില്ലേ? അല്ലേ? ഭാര്യക്ക് ശാരീരികമായി ഇനി പ്രസവിക്കാൻ കഴിയില്ല, ശാരീരിക പ്രയാസമാണ് അവൾക്ക്, ഇനി പ്രസവിച്ച ഗർഭിണി ആയിക്കഴിഞ്ഞാൽ അവൾക്ക് മരണം സംഭവിക്കും, അല്ലെങ്കിൽ ഗുരുതരമായ അസുഖമുണ്ടാകും എന്ന് മനസ്സിലാക്കിയിട്ട് പ്രസവം നിർത്തിയ ആൾക്കാർ എത്ര പേരുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ? കുറച്ചാൾക്കാർ അല്ലേ? വളരെ കുറച്ച് ആൾക്കാരുണ്ടാവുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ 4 പ്രസവിച്ച് ഇനി നിർത്താം, 2 പ്രസവിച്ച് ഇനി നിർത്താം, 1 പ്രസവിച്ച് അത് മതി, ഒക്കെ ഇനി അത് സുഖാവൂല, ശരിയാവൂല അല്ലേ? ഭാര്യ പ്രസവിക്കട്ടെ. എൻ്റെ ചെറിയ കുട്ടി, 1.5 വയസ്സുള്ള കുട്ടിയുണ്ട്. 1.5 വയസ്സുള്ള കുട്ടി എനിക്ക് ഉണ്ട്. ചെറിയ കുട്ടീനെ കണ്ടപ്പോൾ പല ആൾക്കാരും ചോദിക്കും, പേരക്കുട്ടിയാണോന്ന് ചോദിക്കും, നിങ്ങളുടെ പേരക്കുട്ടിയാണോന്ന് ചോദിക്കും. ഞാൻ പറയാം, എൻ്റെ കുട്ടി. നിങ്ങൾക്ക് ഇപ്പൊ കുട്ടി ഇപ്പോഴും എന്ത് ആയിക്കൂടെ? എനിക്കെന്താ ഈ പ്രായത്തിൽ കുട്ടി ഉണ്ടാകാൻ പാടില്ലേ? ഇതാണ് ആളുകൾ നിശ്ചയിച്ചു കഴിഞ്ഞ് ഇത്ര വയസ്സ് വരെ കുട്ടി ഉണ്ടാകാൻ പാടുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകാൻ പാടില്ല. എന്നെ പരിഹസിക്കുന്നുണ്ട്, പല ആളുകളും പരിഹസിക്കാറുണ്ട്. ഇത്ര മക്കൾ, ചെറിയ കുട്ടികളൊക്കെ ഉള്ള രീതി പരിഹസിക്കാൻ പാടില്ല ഒരിക്കലും. കാരണം ഇവിടെ പ്രസവം നിർത്താൻ അനുവാദമുള്ളത് ഈ രോഗം കാരണത്താൽ മാത്രം, അതല്ലാതെ പ്രസവം നിർത്താൻ അനുവാദമില്ല.
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സഹാബികൾ ആരും പ്രസവം നിർത്തിയിട്ടില്ല, അസിൽ ചെയ്തിരുന്നു. അസിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ശാരീരിക ബന്ധം പുലർത്തുന്ന സമയത്ത് ഗർഭിണി ആകാതിരിക്കാനുള്ളതായ രീതിയിൽ ശാരീരിക ബന്ധം പുലർത്തുക, അത് ചെയ്തിരുന്നു. ഇസ്ലാം ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവർക്ക് ആവതുണ്ടെങ്കിൽ അവർ പ്രസവിക്കട്ടെ. പക്ഷേ ദാരിദ്ര്യഭയത്താൽ മക്കളെ കൊന്ന ആളുകൾ, സന്താന നിയന്ത്രണം ഏർപ്പെടുത്തിയ ആൾക്കാർ, അവരിന്ന് അതിന്റെ പേരിൽ ഖേദിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോ 1979 ചൈന സന്താന നിയന്ത്രണം നടപ്പിക്കുക. മുമ്പൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഉണ്ട്. നമുക്ക് 2 കുട്ടികൾ മാത്രം പോരെ, അവർക്ക് ആര് അന്നം കൊടുക്കും, ഭക്ഷണം കൊടുക്കും എന്നുള്ളത് ഒരു കാലഘട്ടത്തിലുണ്ട്. പിന്നെ നാം 2 നമുക്ക് 2 എന്നുള്ളതായി, പിന്നെ നാം 1 നമുക്ക് 1 എന്നതിലേക്ക് എത്തി. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ നാട് അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. നമ്മുടെ നാട് സന്താന നിയന്ത്രണം നിർബന്ധമാക്കിയ നാടല്ല, കുടുംബാസൂത്രണം ഉള്ള നാടാണ്. വേണമെങ്കിൽ ആകാം, നിർത്തണമെങ്കിൽ നിർത്താം, തുടരണമെങ്കിൽ തുടരാം, പ്രോത്സാഹിപ്പിക്കുന്നില്ല, പരമാവധി നിർത്തുക എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ചൈന, ഉത്തര കൊറിയ, ജപ്പാൻ, റഷ്യ, ഇറ്റലി, ഈ രാജ്യങ്ങളൊക്കെ ജനസംഖ്യാ നിയന്ത്രണം, ഈ മാൽത്തൂസിന്റെ സിദ്ധാന്തം അനുസരിച്ച്, ജനസംഖ്യാ വിസ്ഫോടന സിദ്ധാന്തം അനുസരിച്ച് ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കിയ രാജ്യങ്ങളാണ്. അവിടെ 1979 ചൈന 1 ചൈൽഡ് പോളിസി നടപ്പിലാക്കുന്നത്, 1 കുട്ടി മതി എന്നുള്ളത്. അപ്പൊ ഇപ്പൊ ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടെന്ന് കുട്ടിക്ക് വന്നാൽ 1 കുട്ടിയെ ഒരാൾക്ക് പാടുള്ളൂ എന്നൊരു നിയമം വന്നാൽ അവർ ഏത് കുട്ടീനെ തിരഞ്ഞെടുക്കും? ആൺകുട്ടിനെ തിരഞ്ഞെടുക്കും, പെൺകുട്ടിനെ തിരഞ്ഞെടുക്കും? ആൺകുട്ടിനെ തിരഞ്ഞെടുക്കും അല്ലേ? അത് തന്നെ ചൈന ചെയ്തത്. ചൈനയിൽ ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം നടത്തുന്നത് കുറ്റകരമല്ല. നമ്മുടെ നാട്ടിൽ കുറ്റമാണത്, ഭയങ്കര കുറ്റമാണ്, പാടില്ല. ആ കാര്യത്തിലൊക്കെ നമ്മുടെ നാടിന്റെ ആ പോളിസി വളരെ ഉയർത്തിപ്പിടിക്കേണ്ട കാര്യമാണ്. എന്നാൽ ചൈനയിൽ ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം പ്രശ്നമല്ലാത്തത് കൊണ്ട് തന്നെ ഭാര്യ ഗർഭിണിയായപ്പോൾ 1 കുട്ടിയെ പാടുള്ളൂ താനും. ഭാര്യ ഗർഭിണിയാകുമ്പോൾ സ്കാൻ ചെയ്യും, പെൺകുട്ടിയാണെങ്കിൽ അബോർഷൻ ചെയ്യും, ആൺകുട്ടിയാണെങ്കിൽ പ്രസവിക്കും. അങ്ങനെ വന്നപ്പോൾ 1979 മുതൽ 99 വരെയുള്ള 20 വർഷം കൊണ്ട് ചൈനയിൽ വൃദ്ധന്മാർ വർദ്ധിച്ചു. തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യാൻ ആളില്ലാതെയായി. 1 കുട്ടിയല്ലേ ഉള്ളൂ, അതിനെ ആറ്റിന് ഒറ്റ പൊന്നു പോലെ വളർത്തി. ഉള്ള കുട്ടികളൊക്കെ അമൂൽ ബേബികളായി മാറി. സാമ്പത്തിക മാന്ദ്യം നേരിടാൻ തുടങ്ങി. ഇതിനേക്കാൾ രസകരമായ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ചെറുപ്പക്കാർക്ക് പെണ്ണുങ്ങളില്ല, പെൺകുട്ടികളില്ല. 20 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും പെൺകുട്ടികളില്ല. അങ്ങനെ വന്നപ്പോ വിയറ്റ്നാമിൽ നിന്ന് പെൺകുട്ടികളെ ഇറക്കാൻ തുടങ്ങി ചൈന. കല്യാണം കഴിക്കാൻ പ്രയാസമൊന്നുമില്ല, ഞങ്ങൾ വിയറ്റ്നാമിൽ നാളെ ഇറക്കാന്ന് പറഞ്ഞു വിവാഹ ബ്യൂറോകൾക്ക് പ്രത്യേക ലൈസൻസ് കൊടുത്തു. വിയറ്റ്നാമിൽ നിന്ന് പെൺകുട്ടികളെ ഇറക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ എന്തുണ്ടായി? 2 കൾച്ചറൽ യോജിക്കാതെ വന്നു. എല്ലാപ്പോഴും 2 കൾച്ചറൽ യോജിക്കൂല. ഇപ്പോ ഞാൻ ശരിക്കും എറണാകുളം ജില്ലക്കാരനാണ്. ഞാൻ മലപ്പുറത്തുനിന്ന് വന്ന് വിവാഹം കഴിച്ച്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് 2 യോജിക്കാൻ കുറെ പണിപ്പെട്ടു. കാരണം വെച്ചാല് ചില സ്ലാങ്ങുകൾ, ചില ശൈലികൾ, ഞങ്ങൾ അവിടെ ഉപയോഗിക്കുന്ന ശൈലിയും ഇവിടെ ഉപയോഗിക്കുന്ന ശൈലിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഇവിടെ ഉപയോഗിക്കുന്ന സ്നേഹത്തോടു കൂടി പറയുന്ന ശൈലിയായിരിക്കും, അവിടെ ഉപയോഗിക്കുന്ന അത് ഒരു പരിഹാസ ശൈലിയായി തോന്നും നമുക്ക്. ഒരുപാട് നമ്മൾ പൊരുത്തപ്പെടാൻ പ്രയാസമുണ്ടായി. വെറും സ്ലാങ്ങിലെ വ്യത്യാസം പോലും അങ്ങനെ ഉണ്ടെങ്കിൽ 2 രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? അങ്ങനെ പല പെൺകുട്ടികളും കല്യാണം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ചാടിപ്പോയി, നാട്ടിലേക്ക് പോയി. ഒടുവില് അവിടുത്തെ വിവാഹ ബ്യൂറോയിലൊക്കെ പരസ്യം കൊടുത്തത് എങ്ങനെയാണെന്ന് അറിയാമോ? ചാടിപ്പോവുകയില്ല എന്ന് 100% ഉറപ്പുള്ള പെൺകുട്ടികളെ നൽകുന്നതാണ്, അഥവാ ചാടിപ്പോയാൽ നഷ്ടപരിഹാരം കൊടുക്കുന്നതാണ്. അധോഗതിയെ 30 കൊല്ലം കൊണ്ടുണ്ടായ അവസ്ഥയാണ്. ഒടുവിൽ ഇത് നടപ്പിലാക്കിയ ഈ ചൈന, ഉത്തര കൊറിയ, ജപ്പാൻ, റഷ്യ, ഇറ്റലി പോലെയുള്ള രാജ്യങ്ങൾ ഇപ്പോഴത്തെ അവരുടെ പോളിസി എന്തെന്നറിയാമോ? ധാരാളം പ്രസവിക്കട്ടെ. ആദ്യത്തെ പ്രസവത്തിന് 1 ലക്ഷം രൂപ കൊടുക്കും, നമ്മുടെ നാട്ടിലെ പൈസ. രണ്ടാമത്തെ പ്രസവത്തിന് 2 ലക്ഷം രൂപ കൊടുക്കും. പിന്നെ പ്രസവിച്ചാൽ 5 ലക്ഷം കൊടുക്കും. പിന്നെ പ്രസവിച്ചാൽ അവരവിടെ ഭയങ്കര സംഭവമായിട്ട് കൊണ്ടുനടക്കും.
അങ്ങനെ വലിയ അംഗീകാരമാണ് പ്രസവിക്കുന്നവർക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അതാണ് ഇസ്ലാമിന്റെ പോളിസിയിലേക്ക് ഇവർ തിരിച്ചു. ഇവരുടെ ഈ പറഞ്ഞ ഈ നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിന്റെ ആദർശത്തെ അവരിവിടെ മുന്നോട്ട് വെച്ചപ്പോ അവർക്ക് പരാജയം നേരിട്ടപ്പോ അവർ ഇസ്ലാമിലേക്ക് മടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖൈറു നിസായിക്കും അൽ വദൂദുൽ വലൂദ്. നിങ്ങളുടെ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പെണ്ണാരാ? കൂടുതൽ പ്രസവിക്കുന്നവരാണ്. ഇപ്പൊ ചൈനയിലെ ഏറ്റവും നല്ല പെണ്ണാരാ? കൂടുതൽ പ്രസവിക്കുന്നവരാണ്. ജപ്പാനിലെ ഏറ്റവും നല്ല പെണ്ണാരാ? കൂടുതൽ പ്രസവിക്കുന്നവരാണ്. മനസ്സിലാക്കണം. ഇസ്ലാം വെറുതെ അല്ല ഒരു വിഷയം പറയാ. ഇസ്ലാമിക് ശരീഅത്തിന് ഏതൊരു വിഷയത്തിലും ഏറ്റവും വലിയ ലക്ഷ്യമുണ്ട് ഏതൊരു വിഷയത്തിനും. അപ്പൊ ലോകരാജ്യങ്ങൾ മുഴുവനും കൂടുതൽ പ്രസവിക്കുന്നവർ നല്ല പെൺകുട്ടികളാണ് എന്നതിലേക്ക് എത്തിയപ്പോ വെള്ളാപ്പള്ളി നടേശൻ മാത്രമാണ് അത് മോശം പെണ്ണുങ്ങളായി മാറിയത്. മനസ്സിലായില്ലേ? പരിഹസിക്കുന്നവരൊക്കെ അവിടെ കിടന്ന് പരിഹസിച്ചോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി അസബ്തു ഇംറഅത്തൻ ദാത ഹസബിൻ വ ജമാലിൻ. നല്ല ഭംഗിയുള്ള ഒരു പെണ്ണിനെ ഞാൻ കണ്ടു. ഭയങ്കര വലിയ കുടുംബത്തിൽപ്പെട്ടവളാണ് അവള്. നല്ല തറവാട്ടി പറഞ്ഞ നല്ല ഭംഗിയുള്ള ഒരു പെണ്ണ് ഞാൻ കണ്ടു നബിയെ. വ ഇന്നഹാ ലാ തലിദു. അവളുടെ ഒരു കുഴപ്പമുണ്ട്, അവള് പ്രസവിക്കൂല. അപ്പൊ അതസവ്വജുഹ, ഞാൻ ആ പെണ്ണിനെ കല്യാണം കഴിച്ചോട്ടെ? പ്രസവിക്കൂല, മച്ചിയാണ്. മച്ചി എന്ന് പറഞ്ഞാൽ ഒരു മോശ പ്രയോഗമല്ല, പ്രസവിക്കാത്തതിന് പറയുന്ന ഒരു പൊതുവായ ഒരു കോമൺ പ്രയോഗമാണ്. പറഞ്ഞില്ല, പറ്റില്ല. സുമ അത്താഹു സാനിയ, രണ്ടാമതും വന്ന് ചോദിച്ചു, അപ്പോഴും പറഞ്ഞു പറ്റൂല. സുമ അത്താഹു സാലിസ, മൂന്നാമതും വന്ന് ചോദിച്ചു, നബി പറഞ്ഞു ഇല്ല, പറ്റില്ല. എന്നിട്ട് നബി പറഞ്ഞു, ഖാല തസവ്വജുൽ വദൂദൽ വലൂദ്. കൂടുതൽ സ്നേഹമുള്ള, കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കണം. എന്താണ് അതിന്റെ കാരണം? അതാണ് അവിടെ നമ്മുടെ പോയിന്റ്. ഫഇന്നി മുകാഫിറും ബിക്കും അൽ ഉമം. ഞാൻ ജനസംഖ്യ കൂടുതലുള്ള ഒരു സമുദായത്തിന്റെ ആളായി അഭിമാനിക്കും. ഇവിടെയാണ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഞാൻ ജനസംഖ്യ കൂടുതലുള്ള ഒരു സമുദായത്തിന്റെ ആളായിട്ട് അഭിമാനിക്കും. വേറൊരു റിപ്പോർട്ടിൽ കാണാം, ഫഇന്നി മുകാഫിറും ബിക്കുമുൽ അൽ ഉമം യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് ജനസംഖ്യ കൂടുതലുള്ള സമുദായമായിരിക്കും ഞാൻ. തനാക്കഹു തക്സുറു. നിങ്ങൾ വിവാഹം കഴിക്കൂ, നിങ്ങൾ ധാരാളം ജനസംഖ്യ ഉണ്ടാകട്ടെ, ഒരുപാട് സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കൂ. ഫഇന്നി ഉബാഹി ബിക്കുമുൽ ഉമം യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ഒരു സമുദായത്തിന്റെ ആളായി ഞാൻ അഭിമാനിക്കും. ഇത് പറഞ്ഞ കാലഘട്ടത്തിൽ മുസ്ലിം ജനസംഖ്യ എത്രയായിരുന്നു? ഏറിപ്പോയ 1,00,000 അല്ലേ? ഇത് പറഞ്ഞ കാലഘട്ടത്തിൽ മുസ്ലിം ജനസംഖ്യ ഏറിപ്പോയാൽ 1,00,000 ഉള്ളൂ. ഇന്ന് മുസ്ലിം ജനസംഖ്യ എത്രയാണ്? 220 കോടിയായി അല്ലേ? 2030 ആകുമ്പോഴേക്കും ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യ ആരുടേതായിരിക്കും? മുസ്ലിങ്ങളുടേതായിരിക്കും. റസൂലുള്ളാഹി പറഞ്ഞതിലേക്ക് എത്ര കണ്ട? ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള സമുദായം. അന്ന് പറയുമ്പോ അത്ര വലിയ പ്രസക്തി ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് ആണ് ആ വാക്കിന്റെ പ്രസക്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടത്. അത് പറയണ കൂട്ടത്തിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മളിപ്പോ ഇന്ന് കേരളത്തിലെ മുസ്ലിങ്ങളുടെ വിഷയത്തിൽ ഒരുപാട് വിഷമമുള്ള കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജനസംഖ്യ സന്താനോൽപാദനത്തിന്റെ വിഷയത്തിൽ മുസ്ലിമീങ്ങൾ ഇന്ന് പുറകോട്ട പോയിട്ടുള്ളത്. വെള്ളാപ്പള്ളി പറഞ്ഞ പോലെ മുമ്പോട്ടല്ല. വെള്ളാപ്പള്ളി ഒരു വെടിവെച്ചതാണ്, പക്ഷെ അത് നമ്മൾ പഠിച്ചെടുക്കണം. 1971 കേരളത്തിലെ സന്താന ഉൽപാദനം, അതായത് ജനസംഖ്യാ വർധനവ് മുസ്ലിമീങ്ങളിൽ 37.45% ഉണ്ടായിരുന്നെങ്കിൽ 2011 ആയപ്പോഴേക്കും അത് 12.84% ചുരുങ്ങി. 25% ചുരുങ്ങി. നമ്മൾ 2011 മുതൽ 2025 ആയപ്പോഴേക്കും അതിന്റെ കണക്ക് പുറത്തു വന്നിട്ടില്ല. പക്ഷെ ഏറ്റവും കുറവായി വന്നിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുക. അതിന്റെ കാരണം എന്താ? അതിന്റെ പ്രധാനമായ ഒരു കാരണം ഇന്ന് മുസ്ലിമീങ്ങളിൽ പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ വൈവാഹിക ജീവിതത്തോടും സന്താനോൽപാദനത്തോടുമുള്ള താല്പര്യം കുറഞ്ഞുപോയി. അത് തന്നെ. ഒന്ന് പെണ്ണെട്ടാൻ തയ്യാറാണല്ലോ ആരും. അത് വല്ലാത്ത ഭവിഷ്യത്താണ്. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന്
നമ്മുടെ ഉമർ ഡോക്ടർ ഉണ്ടല്ലോ, കോട്ടക്കലുള്ള ചെങ്കോട്ടിലുള്ള നമ്മുടെ പല്ലിൻ്റെ, ഒരു കാലിനൊരു സർജറി കഴിഞ്ഞിട്ട് കിടക്കുക, കാലിൻ്റെ മുട്ട് മാറ്റി വെച്ചിരിക്കുക. അപ്പോൾ കാണാൻ വേണ്ടി പോയതാ. കാണാൻ വേണ്ടി പോയപ്പോൾ മൂപ്പൻ എന്നോട് പറഞ്ഞു, മോൻ്റെ കല്യാണം തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ, ഉറപ്പിച്ചിട്ടില്ല, തീരുമാനിച്ചിട്ടുണ്ട്, അറിഞ്ഞില്ലേന്ന് ചോദിച്ചു. മകൻ ഡോക്ടറാണ്, വിവാഹം കഴിക്കാൻ പോകുന്നത് ഒരു ഡോക്ടറെ തന്നെയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അവർ വിവാഹത്തിന് സമ്മതിച്ചോ? ആ, സമ്മതിച്ചു. അത് വലിയൊരു കാര്യമാണ്, മഹാകാര്യമാണ്. ആൺകുട്ടികൾ പിന്നെ സമ്മതിക്കുന്നുണ്ട്, പെൺകുട്ടികളല്ല. പള്ളിയിൽ വരുന്ന, ക്ലാസ്സിന് വരുന്ന എനിക്ക് ഒരു 10-12 ഉപ്പമാര് അവരുടെ മക്കൾക്ക് ഭാര്യമാരെ വേണം, എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പറഞ്ഞാൽ സംഘടിപ്പിക്കൂ മൗലവി, നിങ്ങളുടെ പരിചയത്തിൽപ്പെട്ട. പെൺകുട്ടികൾ തയ്യാറാകുന്നില്ല. ഇനി ഒരു പെൺകുട്ടി അങ്ങനെ തയ്യാറായി അങ്ങോട്ട് കൂട്ടിക്കോ, ഓള് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ വ്യവസ്ഥ വെക്കും. കുട്ടികൾ പെട്ടെന്ന് പറ്റൂല കേട്ടോ, കുട്ടികൾ പെട്ടെന്ന് പറ്റില്ല. ഇനി കുട്ടികൾ പെട്ടെന്ന് തന്നെ വേണം ആയാൽ തന്നെയും അതിൽ അവസാനിപ്പിക്കാൻ വേണ്ടി അവർ മുൻകൈ എടുക്കും. പറ്റില്ല, ഒന്നിന്റെ മുകളിലേക്ക് പറ്റില്ല. എന്തേ ഒന്നിന്റെ മുകളിലേക്ക് കുട്ടികളില്ലാത്തതെന്ന് പല ആളുകളോടും ചോദിക്കാറുണ്ട് ഞാൻ. ഒരു കുട്ടിയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചോദിക്കും, എന്തേ ഒരു കുട്ടിയിൽ പരിമിതപ്പെട്ടത്? ഭാര്യക്ക് താല്പര്യമില്ല. അത്രമാത്രം ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ആളുകളെ. ഒരിക്കലും ബ്രഹ്മചര്യത്തിലേക്കെല്ലാം നമ്മൾ പോകേണ്ടത്. ബ്രഹ്മചര്യത്തിലേക്ക് പോവുക എന്നുള്ളത് ആപത്താണ്. അതേപോലെ സന്താന നിയന്ത്രണം നടപ്പിലാക്കുക എന്നുള്ളത് അതിനേക്കാൾ വലിയ ആപത്താണ്. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ ലക്ഷ്യം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, 1 ഇബാദത്തെടുക്കൽ, 2 സന്താന ഉൽപാദനം നടത്തുക, അടുത്ത തലമുറയെ വാർത്തെടുക്കുക. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെയൊക്കെ ഒരു ചെറുപ്പകാലം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ ഭക്ഷണം തരാനുള്ള ഒരു മാർഗം ഇല്ലാത്തത് കൊണ്ട്, ഒരു മാർഗമില്ല, ആകെ 2 മക്കളെ ഞങ്ങളുള്ളൂ, പക്ഷെ ഒരു മാർഗമില്ല, അത്ര പ്രയാസത്തിലുള്ള കുടുംബമാണ്. അപ്പോൾ ഉമ്മ എന്ത് ചെയ്ത്, ദർസി കൊണ്ടാക്കി. ദർസിൽ പോയാലും 3 നേരം ഭക്ഷണം കിട്ടൂലോ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ദർസി കൊണ്ടാക്കി. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ദർസിൽ പോയിട്ടും ഒരു ദിവസം ഞാൻ ഈ കാട്ടിലങ്ങാടിൽ ഓതുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. ഒരു പാവപ്പെട്ട വീടാണ്. അപ്പോൾ ഒരു ദിവസം ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ അവിടുത്തെ ഉമ്മ, മൊയിലാർത്തിയെ, പിന്നെ ഒരു കാര്യം പറയണ്ട്, നിങ്ങൾക്ക് വിഷമം തോന്നരുത്, നാളെ മുതൽ നിങ്ങൾ ചെലവിന് വരണ്ട കേട്ടോ. ഒന്നുമല്ല, തരാൻ കഴിയില്ല, അവർക്ക് തിന്നാൻ തരാൻ കഴിയില്ല. അത് അങ്ങനെ ദർസില് ഭക്ഷണം ഇല്ലല്ലോ, അവിടെ ഭക്ഷണം ഇല്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് പോവുക, വേറെ മാർഗമില്ല. അപ്പോഴാണ് ഉസ്താദ് പറഞ്ഞത്, ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ തന്നെ നിന്നോ, എനിക്ക് വരുന്ന ഭക്ഷണം ഞാൻ കഴിച്ചിട്ട് ബാക്കി ഉണ്ടാവും, അയ്യോ കഴിച്ചോളാൻ പറഞ്ഞു. ഞാൻ ഉസ്താദിന്റെ ഭക്ഷണത്തിന്റെ ബാക്കി കാത്തു നിന്നു. അങ്ങനെ അപ്പൊ ഉസ്താദ് ലീവിന് പോയാ ഞാൻ പട്ടിണിയാണ്. അല്ലാഹു അക്ബർ.